മ്യൂസിക് ഈസ് മൈ പാഷൻ. പണ്ട് തൊട്ടേ എനിക്ക് പാട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാനിങ്ങനെ കുറേ പാട്ടൊക്കെ പണ്ട് തൊട്ട് കേൾക്കുമായിരുന്നു. ഒരു 6 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ സ്റ്റേജ് ഷോസ് ചെയ്തു തുടങ്ങി. ആൻഡ് അന്ന് തൊട്ട് ഇന്ന് വരെ ഇറ്റ് ഹാസ് ബീൻ എ റിയലി amazing journey for me. I have been discovering new things every day, and yes, music is my everything. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യവുമായി 36 ഭാഷകളിലെ പാട്ട് പാടി ഗായിക ശ്രദ്ധേയയായി. കടവന്ത്ര കേന്ദ്രീയ വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി പൂജ പ്രേമാണ് ഈ ഗായിക. പാട്ടുപാടി ലോക റെക്കോർഡ് ബുക്കിലേക്കൊരു മലയാളി പെൺകുട്ടി. 36 ഭാഷയിലെ പാട്ടുകൾ പാടിയാണ് എറണാകുളം പാലാരിവട്ടം സ്വദേശിയായ പൂജ പ്രേം ലോക റെക്കോർഡ് ബുക്കിൽ ഇടം നേടാൻ പോകുന്നത്. പൂജയെ അറിയുന്നവരെല്ലാം പൂജയോട് ചോദിക്കും ഒരു പാട്ട് പാടി തരാമോ എന്ന്. അപ്പോൾ പൂജ അവരോട് തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഏത് ഭാഷയിൽ പാടണം എന്ന്. ലോകത്ത് ഇന്നുള്ള ഏകദേശം എല്ലാ ഭാഷകളിലും പൂജ പാട്ട് പാടും. ലിംക റെക്കോർഡടക്കം വലിയ അംഗീകാരങ്ങൾ തേടി വന്ന ഈ കൊച്ചുപിടിക്ക് She always, I have noticed, conveys her emotions to the heart of the audience by means of body language, means the body movements and the facial expressions. I can't just wait. Much more to come from her. I wish her all the best in her future career. Thank you. ഈ ഒരു ഏജിൽ ഇത്രയും അച്ചീവ്മെന്റ്സ് എനിക്ക് കിട്ടിയാൽ ഞാൻ ദൈവത്തോട് വളരെയധികം നന്ദി പറയുന്നു. ദെൻ ഡെഫിനറ്റ്ലി മൈ പാരൻസ്, they have been my biggest support ever. അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇതൊന്നും ഒരിക്കലും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. എൻ്റെ മ്യൂസിക് കരിയറിൽ എന്നെ സപ്പോർട്ട് ചെയ്ത മറ്റൊരു വ്യക്തിയാണ് ക്യാപ്റ്റൻ രാജു അങ്കിള്. വളരെ ചെറുപ്പം മുതലേ എന്നെ കുറേ അധികം സ്റ്റേജ് ഷോസിൽ ക്യാപ്റ്റൻ രാജു അങ്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്കിളുടെ ഒപ്പം കേരളത്തിനകത്തും പുറത്തുമായിട്ട് കുറേ ഷോസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്കിളിനെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. മെജോറിറ്റി ഓഫ് ദ സോങ്സ്, അതർ ലാംഗ്വേജസ് സോങ്സ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഇന്റർനാഷണൽ മ്യൂസിക് കോൺടെസ്റ്റ് ആയിട്ടുള്ള യൂറോവിഷനിൽ നിന്നാണ്. പിന്നെ നമ്മളുടെ യൂഷ്വലി ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ വരുന്ന കുറേ സോങ്സ് ഉണ്ടാവും, ഈ അതർ ലാംഗ്വേജസ് സോങ്സ് ഒക്കെ. അത് ഹിറ്റായി വരുന്ന കുറേ സോങ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സോങ്സ് ഞാൻ സെലക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ യൂഷ്വലി സോങ് സെലക്ട് ചെയ്യുമ്പം എൻ്റെ മൈൻഡിൽ വെക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ മലയാളികൾക്കും കൂടെ ഇഷ്ടപ്പെടുന്ന ഒരു സോങ്. അങ്ങനെ കൂടെ നോക്കിയിട്ടാണ് ഞാൻ ഓരോ സോങ്സും സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ റീസെന്റ് പഠിച്ച കുറച്ച് ലാംഗ്വേജസ് ആണ് ഇഗ്ബോ, ദിവേഹി, ശ്രീലങ്കൻ, പിന്നെ കൊങ്കിണി, അങ്ങനെ കുറച്ച് ലാംഗ്വേജസ് ഒക്കെ ഞാൻ റീസെന്റ് പഠിച്ചു. ഔട്ട് ഓഫ് ഓൾ ദ ലാംഗ്വേജസ് ഐ സ്റ്റഡീഡ്, എൻ്റെ ഫേവറേറ്റ് ലാംഗ്വേജ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അറബിക്. കാരണം ഇനീഷ്യലി എനിക്ക് പഠിക്കാൻ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്ത ഒരു ലാംഗ്വേജും അറബിക്കാണ്. അതിന് ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ബട്ട് എന്നാലും എനിക്ക് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ലാംഗ്വേജും അറബിക് തന്നെയാണ്. بحبك ودايما عايش في هدويا ياللي حبيتني بحبك أنا. സംഗീത ലോകത്ത് വേറിട്ട ഒരു ഗായികയാണ് പൂജ പ്രേം. തീർച്ചയായിട്ടും ആ വാക്കുകളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. കാരണം 100-ൽ പരം 105ഓളം വിവിധ ഭാഷയിലുള്ള ഗാനങ്ങൾ ആലപിക്കുന്ന പ്രത്യേക തരത്തിലുള്ളൊരു ശൈലിയാണ് പൂജ പ്രേമിനുള്ളത്. അതോടൊപ്പം തന്നെ ശബ്ദത്തിനും ഒരു വേറിട്ട ഒരു രീതിയുണ്ട്. എല്ലാവരും ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു രീതി ആ കുട്ടിയുടെ ശബ്ദത്തിനുള്ളതായിട്ടാണ് എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും ആ കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. സംഗീത ലോകത്തിന് ഒരു സംഭാവന കൂടിയാണ് പൂജ പ്രേം. എനിക്ക് ഇങ്ങനെ ലാംഗ്വേജസിന് ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാൻ എനിക്ക് അങ്ങനെ താല്പര്യമില്ല.
എനിക്ക് എത്രത്തോളം ഭാഷകളിലുള്ള പാട്ടുകൾ പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പാട്ടുകൾ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. ഞാനിങ്ങനെ ഒരു റെക്കോർഡ് മോട്ടിവേറ്റഡ് ആയിട്ടോ അങ്ങനെ ഒരു അച്ചീവ്മെന്റ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഓരോ പാട്ടുകൾ പഠിക്കുന്നത്. എനിക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ചെയ്യുക, എൻ്റെ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം, ആൻഡ് വിതൗട്ട് സെറ്റിംഗ് എനി ലിമിറ്റ്സ്. വളരെ യാദൃച്ഛികമായിട്ടാണ് പൂജ പ്രേം എന്ന് പറയുന്ന കുട്ടിയെ നേരിട്ട് കാണാനും പരിചയപ്പെടാനും ഇട്ട് കിട്ടിയത്. അപ്പം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ ധാരാളമായി കാണാനുള്ള ഒരവസരം എന്നെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 100 ഭാഷകളിൽ പാട്ടുപാടിയ ഒരു കുട്ടി, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വളരെ ഫ്യൂച്ചറുള്ള ഭാവിയുള്ള നമ്മുടെ മലയാളക്കരയിൽ നിന്ന് ലോകത്താകെ പ്രസരിപ്പിക്കാൻ കഴിയുന്ന വലിയ സർഗാത്മകതയുള്ള ഒരു കുട്ടിയാണ് പൂജ പ്രേം എന്ന് മനസ്സിലായി. സൗണ്ട് പാർക്കിനെ സംബന്ധിച്ച് അവർ ഞങ്ങളുടെ ഒരു അസറ്റാണ്, ഞങ്ങൾക്കൊരു ബ്രാൻഡ് അംബാസഡർ പോലെയാണ് പൂജ പ്രേം. മ്യൂസിക് ഇസ് ലൈക്ക് എ ജേർണി ഫോർ മീ. ഞാൻ പഠിച്ച ഫസ്റ്റ് ലാംഗ്വേജ് തൊട്ട് ഇപ്പോൾ ഒരു 100+ ലാംഗ്വേജസിൽ എത്തി നിൽക്കുമ്പോൾ ഇറ്റ് ഹാസ് ബീൻ എ റിയലി എക്സൈറ്റിംഗ് ജേർണി ഫോർ മീ. കുറേ അധികം ഭാഷകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അതൊരു ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനിയും എനിക്ക് കുറേ ലാംഗ്വേജസ് ഇനിയും പഠിക്കണം. ഈ ഒരു ജേർണി എനിക്ക് അതുപോലെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകണം. എനിക്കിനി കുറേ അധികം ഫ്രണ്ടിലോട്ട് യാത്ര ചെയ്യാനുണ്ട്. അപ്പം ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ഇറ്റ്. എനിക്ക് ഒരിക്കലും ലാംഗ്വേജസിനോ മ്യൂസിക്കിനോ ഒന്നും ഒരു ബൗണ്ടറിയോ ലിമിറ്റോ വെക്കാതെ മുൻപോട്ട് പോകണം. സോ യാ, ദാറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം ആൻഡ് ഐ എം ട്രൈങ് ഹാർഡ് ടു അച്ചീവ് ഇറ്റ്. Your loving totally me, I am so obsessed. I want to chop your kabi ulle, ya body de bakka me see ulle, apno me ka see ulle, give me love one titi, baby make it by my sing away.